നമസ്കാരം. പിണറായി വിജയനും കുടുംബവും കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവന്മാരാണ് എന്ന് വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചത് ഇന്നും ഇന്നലെയല്ല. 2005 ഫെബ്രുവരി മാസത്തെ ലക്കത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ കഥ പുറത്തുവിട്ടത്. ക്രൈമിൻ്റെ ലക്കത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ച കാര്യത്തിൽ അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയെക്കുറിച്ചും, അതേപോലെ മകൻ്റെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ അവിടെ കോടികൾ ചെലവഴിച്ച് അദ്ദേഹം മകൻ പഠിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞാൻ അന്വേഷണ റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചത്. അന്ന് ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച, അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ ഗുണ്ടകളുമായി വന്ന് അവിടെയുള്ള രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയ വില്ലനാണ് മുഹമ്മദ് റിയാസ്. അതിൻ്റെ പേരിൽ 45 ദിവസത്തോളം ജയിലിൽ കിടക്കാനും അദ്ദേഹത്തിന് യോഗമുണ്ടായി. അന്ന് മുതൽ എന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണ് പിണറായി വിജയൻ. പക്ഷെ വേട്ടയാടുന്നൊന്നും എൻ്റെ മേലേറ്റില്ല. കാരണം എൻ്റെ കൈകൾ ശുദ്ധമായിരുന്നു. ഞാൻ ഏതെങ്കിലും കള്ളവാർത്തയല്ല ചെയ്തത്, ഞാൻ സത്യസന്ധമായ വാർത്തയായിരുന്നു ചെയ്തത്. എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അതിന് പാർട്ടിയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി ഡിക്ലെയർ ചെയ്തിരുന്നു. സമൂഹത്തിന് ബാധ്യതയാണ് നന്ദകുമാർ ഇങ്ങനെയുള്ള സാമൂഹ്യ ദ്രോഹികളെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നെ കൊട്ടേഷൻ കൊടുത്തത് ഞാൻ കൃത്യമായി ഹൈക്കോടതിയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തുകൊണ്ടാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. അന്ന് കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മളെ പത്രങ്ങൾ കാണുന്നത് എന്താണ്? ഇന്ന് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പിണറായി വിജയൻ്റെ മകളുടെ മരുമകൻ്റെ തട്ടിപ്പിൻ്റെ കഥയാണ് വിളിച്ചു പറയുന്നത്. അതെന്താണെന്നുള്ള ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. CMRL കമ്പനിയുമായുള്ള ഇടപാടിൽ കിട്ടിയ പണം കോഴിക്കോട് മുഹമ്മദ് റിയാസ് വഴി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ്. ഏകദേശം 20 കോടിയിൽ മേലെയുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 85 ലക്ഷം രൂപയാണ് ഈ വിധത്തിൽ കടത്തിയതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ എൻ്റെ കൈവശം 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെ വിദേശത്തെ ഇടപാടിൻ്റെ രേഖകളിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത് പൊട്ടിക്കുന്നത് മറുനാടൻ മലയാളിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ 1000 കോടി രൂപ പിണറായി വിജയന് വിദേശത്ത് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്നാണ് ഞാൻ 2020 നവംബർ മാസത്തിൽ ഷാജൻ സ്കറിയുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നീട് പറഞ്ഞു അത് 10,000 ഇപ്പോൾ ഞാൻ പറയുന്നു 10,000 1 ലക്ഷം കോടി രൂപയിലെങ്കിലും വിദേശ കള്ളപ്പണ ഇടപാട് പിണറായി വിജയനുണ്ട്. 10,000 കോടി രൂപയുടെ തന്നെ എൻ്റെ ഓഫീസിൽ നിന്ന് അന്ന് പോലീസ് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയത്, അതും എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തിട്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഇത്രയും വാർത്തകൾ പറയുന്നതിന് കാരണം ഇന്നത്തെ മനോരമ പത്രത്തിൽ എന്താണുള്ളത്? മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളായ ആളുകളുടെ വീട്ടിൽ, DYFI നേതാക്കന്മാരുടെ വീട്ടിൽ, അതും അവരും ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച ആളുകളിൽ ഒരാളാണ് നിഖിൽ, DYFI നേതാവ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം ED റെയ്ഡ് നടത്തി ഞെട്ടിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയെന്നാണ്. ED കണ്ടെത്തിയത് ഇതുവരെയുള്ളത് 85 ലക്ഷം കടത്തിയെന്നാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം കോടി രൂപയെങ്കിലും വിദേശത്ത് പിണറായി വിജയന് ഉണ്ട്. കേരളം 10 വർഷം ഭരിച്ചതിൻ്റെ ഭാഗമായി കിട്ടിയ കള്ളപ്പണ ഇടപാടുകൾ എല്ലാം കമ്മീഷൻ വാങ്ങുക, ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക, കേരളത്തെ മുച്ചോട് നശിപ്പിച്ച് തട്ടിയെടുത്ത പണമാണിത്. ഈ പണം വിദേശത്ത് മകൾക്ക് കൃത്യമായിട്ട് അറിയാം, മകനും അറിയാം. അത് കൃത്യമായി സൂക്ഷിച്ച ഡയറിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കയറ്റിയുള്ളത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇങ്ങോട്ടും വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന മൊബൈലിലെ വിവരങ്ങളാണ്. അതിൽ ക്ലൗഡിൽ സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങൾ, അതായത് പിണറായി വിജയൻ മകൾ കൃത്യമായി എവിടെയൊക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, ആരുടെ എല്ലാം കൈവശമുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകൾ സഹിതം മൊബൈലിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ തെളിവുകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഫോറൻസിക് ലാബിൽ നിന്ന് പരിശോധിച്ച് പിടിക്കാൻ പോകുന്നത്. അതേസമയത്ത് ഡയറിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ വന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തിയതിൻ്റെയും അതേപോലെ 20.5 കോടി രൂപ കടത്തിയതിൻ്റെയും ഒക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. ഞാൻ മനോരമ പത്രം വായിക്കുന്ന വെച്ചാൽ ഇന്ന് പത്രങ്ങളെല്ലാം ആഘോഷിക്കുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ക്രൈം എന്ന പ്രസിദ്ധീകരണത്തിൽ. ഞാൻ ഒറ്റയ്ക്കാണ് അന്ന്. ആർക്കും എതിരെ ഒരു അഭിപ്രായം പോലും പറയാൻ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനാണെന്ന് ഞാൻ പറഞ്ഞത്. അന്ന് എൻ്റെ ഓഫീസ് ആക്രമിച്ച മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ വില്ലനായി വരുന്നത്. അതാരാണ്? നമ്മുടെ മരുമോൻ. എക്സാലോജിക് വീണയ്ക്കെതിരെ കൂടുതൽ തെളിവ്, കോടിക്കുരുക്ക്, 20.5 കോടി രൂപയുടെ കൈയെഴുത്ത് കണക്കുകൾ, 85 ലക്ഷം രൂപ ദുബായിലേക്ക് ഹവാല സൂചനയും. CMRL എക്സാലോജിക് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
അന്വേഷണം കേന്ദ്രീകരിക്കുന്ന ടി വീണയുടെ വീട്ടിൽ നിന്ന് മുമ്പ് കണ്ടെത്തിയ പണം ഇടപാടുകളുടെ കൈയെഴുത്ത് കണക്കുകളിൽ ഏകദേശം 20.5 കോടി രൂപയുടെ ഇടപാടുകളാണ് ഈ രേഖയിലുള്ളത്. 3.49 ലക്ഷം UAE ദിർഹം 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഹവാല ചാനലുകൾ വഴി പണം കൈമാറിയതിന്റെ സൂചന ലഭിച്ചതായും പണം കൈപ്പറ്റിയവരുടെ പേരുകൾ, കൈമാറിയ തുക, ചെലവഴിച്ച തുക തുടങ്ങിയ വിവരങ്ങൾ കൈയെഴുത്ത് രേഖകളിലുണ്ടെന്നും ED അറിയിച്ചു. ടി വീണ നേരിട്ടാണോ അതോ വീണയുടെ കമ്പനിയെ മറയാക്കി മറ്റാരെങ്കിലുമാണോ ഈ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. ദുബായിൽ പണം പിൻവലിച്ചവരുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് വൈഫൈ റൂട്ടിൽ ഉപയോഗിച്ചതിൻ്റെ ചിത്രവും കണ്ടെത്തി. മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ വിളിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും എന്നുള്ളതാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. റിയാസിലേക്കും ചോദ്യമന. അക്കൗണ്ടിലെത്തിയ പണം സംബന്ധിച്ച് കൃത്യമായ മറുപടിയില്ല. ടി വീണയുടെ ഭർത്താവ് മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് MLA ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടി. CMRL ഉടമകളും വീണയും നൽകിയ മൊഴികളുടെയും റെയ്ഡിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണിത്. CMRL നൽകിയ പണം വീണയുടെ അക്കൗണ്ടിൽ നിന്ന് റിയാസിന്റെ അക്കൗണ്ടിലേക്കും അവിടെ നിന്നും മറ്റു പലരുടെയും അക്കൗണ്ടുകളിലേക്കും മാറ്റിയിട്ടതായി ED കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് 2 തവണ ഫോണിൽ റിയാസിനോട് വിശദീകരണം ചോദിച്ചു. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. റിയാസിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറ്റം ചെയ്ത അക്കൗണ്ടുകളെ പറ്റി വീണയ്ക്കും വ്യക്തമായ അറിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഉള്ളിൽ 9-ാം പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? 9-ാം പേജിൽ ബാക്കി ഭാഗം ഉണ്ടെന്ന് പറഞ്ഞത് നമുക്ക് വായിച്ച് നോക്കാം. ഓഫീസുണ്ട്, തുറക്കാറില്ല. പ്രധാന ഗേറ്റും ഗോവണിയും ഇന്നലെ അടച്ചുപൂട്ടി. ലേക്കറിന്റെ അടിമടി ദുരൂഹത എന്ന് പറഞ്ഞിട്ട് 9-ാം പേജിൽ അവസാനത്തെ 2 കോളങ്ങളിലായി കൊടുത്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള ലോക്കർ ഇന്ത്യ കോർപ്പിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അടിമടി ദുരൂഹത. കോഴിക്കോട് കേന്ദ്രീകരിച്ച് 2023 ആരംഭിച്ച സ്ഥാപനമാണ് ലേക്കർ ഇന്ത്യ. 2 പേരുള്ള പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ വീണ തന്നെയാണ് മാനേജിംഗ് ഡയറക്ടർ പാർട്ണർ. സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ഇടപാടുകൾ നടത്താനുള്ള പൂർണ്ണ ചുമതലയുള്ള ഓതറൈസ്ഡ് സിഗ്നേറ്ററിയാണ് വീണ. കോഴിക്കോട് സ്വദേശി അനീസ് കോടമ്പിയക്കാണ് അറയ്ക്കലാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു പാർട്ണർ. ഇയാൾ സ്ഥാപനത്തിൽ തുല്യ നിശ്ചിത പങ്കാളിത്തമുള്ള ഉടമയാണെങ്കിലും രേഖകൾ പ്രകാരം കൂടുതൽ അധികാരങ്ങൾ വീണയ്ക്കാണ്. സ്ഥാപനത്തിന് വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനും റിട്ടേൺ ഫയൽ ചെയ്യാനും സർക്കാർ വകുപ്പുകളിലെ രേഖകളിലും കരാറുകളിലും ഒപ്പിടാനും അടക്കമുള്ള അധികാരം വീണയ്ക്കാണ്. എന്നാൽ ഔദ്യോഗിക രേഖകൾ പ്രകാരം സ്ഥാപനത്തിന്റെ വിലാസം രേഖപ്പെടുത്തിയ സ്ഥലത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണങ്ങളില്ല. ഇത്തരത്തിലുള്ള സ്ഥാപനം ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതായി പരിസരത്തുള്ളവർക്കും അറിയില്ല. ഇടയ്ക്ക് ചിലർ വന്നുപോയതല്ലാതെ മറ്റിടപാടുകളൊന്നും കണ്ടിട്ടില്ലെന്ന് സമീപത്തുള്ളവർ പറയുന്നു. അതേസമയം സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് GST വകുപ്പിൽ അടക്കം കൃത്യമായ നടപടികൾ നടക്കുന്നുണ്ട്. ജൂലൈ മാസം വരെയുള്ള റിട്ടേൺ സമർപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി പ്രവർത്തിക്കുന്ന ഓഫീസോ ജീവനക്കാരോ ഇല്ലാതെ അടച്ചിട്ട മുറിയിൽ മേൽവിലാസത്തിൽ കടലാസിന് മാത്രമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതോടെ ഇത് ഷെൽ കമ്പനിയാണോ എന്ന് സംശയമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കുന്നതിനായി വീണയുടെ ഭർത്താവ് കൂടിയായ PA മുഹമ്മദ് റിയാസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ലോക്കർ ഇന്ത്യയെക്കുറിച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കമ്പനികളിലെ നിക്ഷേപം സംബന്ധിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ഭാഗത്താണ് ലേക്കർ ഇന്ത്യയിലെ 10.94 ലക്ഷത്തിന്റെ നിക്ഷേപത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. വീണയുടെ മറ്റൊരു കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധമുണ്ടായ മാസപ്പടി കേസിൽ ED അന്വേഷണത്തിനിടയ്ക്കാണ് ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് വെളിത്തെളിഞ്ഞത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് നമ്മളെ മുഹമ്മദ് റിയാസ് പറഞ്ഞതും കൂടെ നമുക്ക് കേൾക്കാം. അത് നമുക്ക് ആ വീഡിയോ അദ്ദേഹം പറയുന്നത് എന്താ കേട്ടു നോക്കൂ. നടക്കട്ടെ, ഒന്നും ഭയക്കാനില്ല. തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. തെറ്റായിട്ട് ഒരു കാര്യവും ചെയ്യാതെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. EDയെ കുറിച്ച് പൊതുവേ നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് പറയാനും ഒക്കെ മടിയും ഉണ്ടാവും, അഭിപ്രായം ഉണ്ടാവും. ED കേസുകളുടെ എണ്ണം, ED കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്, ED കേസുകൾ ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട പല ഗൗരവമുള്ള കേസുകൾ അന്വേഷിക്കാത്ത പ്രശ്നം, ഈ കേരളത്തിന്റെ പല ഭാഗത്തും പലർക്കും ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചത്. നിയമപരമായി നേരിടും. മറ്റ് ഈ 1, 2, 3, 4 ചോദ്യത്തിന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളത് ക്ലിയർ ചെയ്തല്ലോ. അതെ, ഞാൻ പറഞ്ഞല്ലോ, മാന്യമായി നിയമപരമായി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ, അത് മന്ത്രിയായപ്പോഴോ MLA ആയപ്പോഴുള്ള ബന്ധമല്ല, കോളേജ് കാലം മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളുള്ളവർ, അവരെ ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്ത് ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതി ഉണ്ടാവുന്നു. അത് നമ്മളെയൊക്കെ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആളുകളിൽ ചിന്തിക്കാനുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്.
ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തിലല്ല, ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതൊക്കെ നിലയിൽ അറ്റാക്കായ എതിർപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എതിർത്ത് പോയിട്ട് എൻ്റെ പൊളിറ്റിക്സാണ്. അത് ആ പൊളിറ്റിക്സ് കേട്ടല്ല, ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ് എൻ്റെ റിയാസെ. ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് അവിടെ നിന്ന് ലാവ്ലിൻ്റെ രേഖകളും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് രേഖകളും കടത്തിക്കൊണ്ടു പോകുമ്പോൾ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയൻ്റെ മകളെ തന്നെ കല്യാണം കഴിച്ചത് വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ ചെയ്ത് തട്ടിപ്പ് നടത്തി കോടാനുകോടി രൂപ ഉണ്ടാക്കാൻ, അത് വിദേശത്തെത്തിക്കാനും വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ താങ്കൾ ഒരു മഹാസംഭവമാണ് കേട്ടോ. എൻ്റെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും കേസ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ താങ്കൾ വീണ്ടും വീണ്ടും കള്ളനും കൊള്ളക്കാരനുമായി ആകാൻ വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഞാൻ അന്ന് അങ്ങനത്തെ ഒരു സംഭവം സമ്മതിക്കില്ലായിരുന്നു. ഞാൻ കൃത്യമായി കോടതിയിൽ മൊഴി നൽകുമായിരുന്നു. താങ്കളെ കൃത്യമായി നിയമത്തിനുള്ളിൽ പെടുക്കണം എന്ന് പറഞ്ഞിട്ട്. പാർട്ടി പറഞ്ഞതനുസരിച്ച് ചെയ്തു, എന്നെ രക്ഷിക്കണം, ഞാൻ തെറ്റുകാരനല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഓഫീസ് ആക്രമിച്ചത് തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് റിയാസ്. പക്ഷേ അത് ഞാൻ വിശ്വസിച്ചു പോയി. നാളെ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരിൽ പെട്ട പിണറായി വിജയൻ്റെ കൂടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളും മകനും മരുമകനും ഒറ്റക്കെട്ടായി പിണറായി വിജയന് കൂടെയുണ്ട്, തിരുട്ട് കുടുംബത്തിൻ്റെ കൂടെ എന്നുള്ളതാണ് സത്യം. മാർക്സിസ്റ്റ് പാർട്ടിയെ കഴിഞ്ഞ 28 വർഷമായി നയിച്ച പിണറായി വിജയൻ ആ പാർട്ടിയെ എത്രമാത്രം ദുരുപയോഗം ചെയ്തിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് പേടിയായിരുന്നു പിണറായി വിജയനെക്കുറിച്ച് പറയാൻ. എന്നാൽ ഇന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ഫ്രണ്ട് പേജിൽ വാർത്തകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം അന്ന് 28 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റയ്ക്ക് ക്രൈമാണ് പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ചത്. എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് പോലും പോടാ പൊല്ലേ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തപ്പോൾ ഞാൻ കൃതാർത്ഥനായി.